ജിൻഡോ ജോൺ സംവാദത്തിൽ സ്ട്രോമാൻ ഫാലസി എന്ന് പറയും. ഇല്ലാത്ത ഒരു കാര്യത്തിന് മറുപടി പറയുക എന്ന അർത്ഥത്തിൽ വി ഡി സതീശൻ ഊണ് കഴിക്കാൻ പാടില്ല എന്നാരെങ്കിലും പറഞ്ഞോ? പ്രളയ സമയത്ത് അദ്ദേഹം പട്ടിണി ഇരിക്കണമായിരുന്നു, നിരാഹാരം ഇരിക്കണമായിരുന്നു എന്നാരെങ്കിലും പറഞ്ഞോ? ഇല്ല. പക്ഷെ അദ്ദേഹം ഇന്ന് കേരള സമൂഹത്തോട് ചോദിക്കുകയാണ്, ഞാൻ അറിഞ്ഞില്ല പ്രളയ സമയത്ത് പട്ടിണി കിടക്കണം എന്ന കാര്യം എന്നൊക്കെ പറയാണ്. യഥാർത്ഥത്തിൽ ഉള്ള ഒരു വിഷയത്തിനല്ല അദ്ദേഹം മറുപടി പറയുന്നത്, മറിച്ചൊരു വൈകാരിക തലം സൃഷ്ടിക്കുകയാണ്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ട വിഷയമുണ്ടല്ലോ, പ്രൊപ്രൈറ്റി, ഔചിത്യം എന്നുള്ളത്. അതെല്ലാവർക്കും ബാധകമായ കാര്യമല്ലേ? ഒന്ന് ആലോചിച്ചു നോക്കൂ ശ്രീ ജിൻഡോ, ഇതിപ്പോ CPM ഭരിക്കുന്ന സമയത്താണ് നടക്കുന്നത് എങ്കിൽ പിണറായി വിജയനെ എന്തെല്ലാം പറയുമായിരുന്നു നിങ്ങൾ? ഔചിത്യമില്ലായ്മ ഉണ്ടായി എന്ന കാര്യത്തിലുള്ള അല്ലെങ്കിൽ എന്ന ആരോപണത്തിനുള്ള മറുപടി എന്താ? അഭിലാഷേ, ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ എനിക്ക് മുമ്പ് സംസാരിച്ച ഹരിദാസ് സാറ് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളോട് എനിക്ക് യോജിപ്പുണ്ട്, ചില കാര്യങ്ങളോട് വിയോജിപ്പുണ്ട് എങ്കിൽ പോലും. പക്ഷേ ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, ഈ സർക്കാർ ചെയ്യേണ്ടതായിരുന്ന, കഴിഞ്ഞ സർക്കാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചെയ്യേണ്ടതായിരുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിൽ വീഴ്ച സംഭവിച്ചു എന്ന് പോയിന്റ് ചെയ്യാനായിട്ട് CPM-ന്റെ മുൻ MLA, ഇപ്പോഴും MLA ആണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, വിജിൻ, ക്ഷമിക്കണം ബഹുമാന MLA വിജിൻ MLA പറഞ്ഞതിൽ നിന്ന് എന്തായിരുന്നു ചെയ്യേണ്ട കാര്യം? അദ്ദേഹം ഊണ് കഴിച്ചത്, അതിൻ്റെ ഔചിത്യക്കുറവ്, അല്ലെങ്കിൽ അദ്ദേഹം ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്തത്, അത് ആരെ കാണാൻ പോയി എന്നുള്ള വിഷയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സംസ്ഥാന സർക്കാർ ഈ പ്രളയ സമാനമായ സാഹചര്യം, പ്രളയമാണെന്ന് ഞാൻ പറയുന്നില്ല, പ്രളയ സമാനമായ സാഹചര്യത്തിൽ ചെയ്യേണ്ടിയിരുന്ന എന്തായിരുന്നു? 2018 കേരളത്തിൽ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ആദ്യം കണ്ട ഒരു വലിയ മഹാപ്രളയമായിരുന്നു. 2018 പ്രളയത്തിൽ 500ഓളം മനുഷ്യർ മരണപ്പെട്ടു, 54 ലക്ഷം മനുഷ്യരെ അഫക്റ്റ് ചെയ്തു. അതിൽ 14 ലക്ഷത്തോളം മനുഷ്യർ ഡിസ്പ്ലേസ് ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ടായി. 13,000-ഓളം വീടുകൾ പൂർണ്ണമായും, അതുപോലെ തന്നെ 4 ലക്ഷത്തോളം വീടുകൾ പാർഷ്യലിയും തകർന്നു പോകുന്ന സാഹചര്യം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായി. അതിൻ്റെ അനുഭവത്തിൽ നിന്ന് അത് CAG റിപ്പോർട്ടുണ്ട്, ഹൈക്കോടതിയുടെ അമിക്കസ് ക്യൂറി റിപ്പോർട്ടുണ്ട്, അതുപോലെ തന്നെ ശാസ്ത്രജ്ഞരുടെ റിപ്പോർട്ടൊക്കെ ഉണ്ട്. അതിൽ ഡാം മാനേജ്മെന്റിലുണ്ടായ പിഴവും അതിരൂക്ഷമായ മഴയും എല്ലാം കൂടി വന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആക്ഷേപമുണ്ടായി. പക്ഷെ തൊട്ടടുത്ത വർഷം 2019 സമാന സാഹചര്യം ഉണ്ടായപ്പോൾ 125 പേര് മരിച്ചു. അപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾ എന്ത് മാറ്റമാണ് പഠിച്ചത്? മരണസംഖ്യ കുറഞ്ഞു. അത് ആ പ്രളയത്തിന്റെ സാഹചര്യം കുറഞ്ഞതുകൊണ്ടാണ്, മഴയുടെ കാഠിന്യം കുറഞ്ഞതുകൊണ്ട് മാത്രമാണ്. ഇനി ഞാൻ അവിടെ നിർത്തുകയാണ്. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഡച്ച് മാതൃക, റൂം ഫോർ റിവർ, വിദേശ യാത്ര, ഇങ്ങനെ കുറേ പ്രോജക്റ്റുകൾ നിങ്ങൾ കൊണ്ടുവന്നല്ലോ. നിങ്ങൾ കൊണ്ടുവന്ന റൂം ഫോർ റിവറും ഡച്ച് മാതൃകയും വിജയകരമായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ സാഹചര്യം വേണ്ടി വരുന്നില്ലായിരുന്നു. നിങ്ങൾക്ക് പറയാമായിരുന്നു, വി ഡി സതീശൻ ഊണ് കഴിക്കാൻ പോയപ്പോൾ ഞങ്ങളുടെ ഡച്ച് മാതൃക കൊണ്ട്, റൂം ഫോർ റിവർ കൊണ്ട് കേരളത്തിൽ ഒരു കലാമിറ്റിയും ഉണ്ടായില്ല എന്ന് നിങ്ങൾക്ക് അവകാശപ്പെടാമായിരുന്നു. അങ്ങനെയും സാധിക്കില്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അദ്ദേഹം ചെയ്യേണ്ടിയിരുന്ന എന്ത് കാര്യം ചെയ്യാതെ പോയി എന്നുള്ളത് ചൂണ്ടിക്കാണിക്കാനില്ല. പിന്നെ പറയുന്നത്, പത്തനംതിട്ട ജില്ലയിൽ ഇപ്പോൾ കൃത്യമായ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. കൊല്ലത്ത് നിന്ന് 14ഓളം മത്സ്യബന്ധന ബോട്ടുകൾ കൊണ്ടുവരുന്നു, 2 ഹെലികോപ്റ്ററുകൾ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, NDRF-ന്റെ സംഘം വന്നിട്ടുണ്ട്, ഫയർഫോഴ്സ്, പോലീസ്, MLA-മാർ, ലോക്കൽ ബോഡി എല്ലാവരെയും ക്രോഡീകരിച്ചിട്ടുള്ള സംവിധാനം കൊണ്ടുവരുന്നു. അപ്പൊ അതെല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ നമ്മൾക്ക് ഏതൊക്കെ വിദേശത്തെ വികസിത രാജ്യങ്ങളിൽ പോലും പ്രളയവും ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴും ക്യാമ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്യാമ്പിൽ വരുന്ന ആളുകൾക്ക് സമയബന്ധിതമായിട്ട് ഭക്ഷണം ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല, പക്ഷെ എല്ലാവർക്കും ഭക്ഷണവും എല്ലാവർക്കും സൗകര്യങ്ങളും കിട്ടുന്നുണ്ട്. പക്ഷെ ചിലപ്പോൾ 10 മിനിറ്റൊക്കെ വൈകിട്ടുണ്ടാവും ആദ്യത്തെ ദിവസങ്ങളിൽ, സ്വാഭാവികമാണല്ലോ. ഇത് അങ്ങനെയല്ല. നമ്മൾ 2018 പ്രളയകാലത്തും അതിനുശേഷമൊക്കെ അന്നത്തെ LDF സർക്കാരിനെ വിമർശിച്ചത് ആ ദിവസങ്ങളിലെ ആ പ്രയാസത്തിന്റെ പേരിലല്ല, മറ്റ് പല കാര്യങ്ങളുടെയും പേരിലാണ് എന്നുകൂടി ഓർക്കണം. പ്രളയ ഫണ്ട് തട്ടിയെടുത്തത് അടക്കമുള്ള വിഷയങ്ങളുണ്ട്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, ഒരു ഫോൾട്ടും ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ചു. ആറന്മുളയിലടക്കം ഈ ക്യാമ്പുകളിൽ ഭക്ഷണം വൈകിയത് റവന്യൂ മന്ത്രി അഡ്മിറ്റ് ചെയ്ത കാര്യമാണ്. അത് വൈകിപ്പോയി എന്ന് അദ്ദേഹം അഡ്മിറ്റ് ചെയ്ത കാര്യമാണ്. ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ച 31-ാം തീയതിയിലെ അലർട്ട്, 31-ാം തീയതി 3 മണിക്ക് ജാഗ്രതാ നിർദ്ദേശം ഉണ്ടായിരുന്നു. ജാഗ്രതാ നിർദ്ദേശം എന്ന് പറയുമ്പോൾ റെഡ് അലർട്ട് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ശരിയാണ്, പക്ഷെ ജാഗ്രതാ നിർദ്ദേശം ഉണ്ടായിരുന്നു, ഓറഞ്ച് അലർട്ട് ഉണ്ടായിരുന്നു. അതനുസരിച്ച് എന്ത് നടപടിയെടുത്തു? ഇവിടെ ഇപ്പോൾ എന്തൊക്കെ വീഴ്ച സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായെന്ന് ചോദിച്ചല്ലോ. അപ്പോൾ 31-ാം തീയതിയുടെ വാർണിംഗിൽ എന്ത് നടപടിയെടുത്തു? അതിനുശേഷം ഈ ക്യാമ്പുകൾ ഒരുക്കുന്ന കാര്യത്തിൽ എന്തെല്ലാം ചെയ്തു? അവിടെ ഈ MLA-മാർ പോയി അവിടെ കാര്യങ്ങൾ നിർവഹിക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് എന്ത് ഏകോപനം ഉണ്ടായി? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ അവിടെ നൽകുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ ഈ തൊട്ടടുത്ത വർഷം 125 പേർ മരിച്ചു എന്ന് പറയുമ്പോൾ അത് മലപ്പുറം ജില്ലയിലും വയനാട് ജില്ലയിലും വലിയ 2 ഉരുൾപൊട്ടലുകൾ ഉണ്ടായതുകൊണ്ടാണ്. നമുക്കറിയാം, ഏത് സർക്കാർ ഭരിച്ചാലും അതുപോലൊരു ദുരന്തം ഉണ്ടായാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പറ്റില്ല.
അഭിലാഷേ, ഞാൻ ഈ ഉരുൾപൊട്ടലുണ്ടാകുമ്പോൾ മരിക്കുന്ന ആളുകളും കാണാതാകുന്ന ആളുകളെയും പൂർണ്ണമായിട്ട് രക്ഷപ്പെടുത്താൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ സാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യത്തിൽ നിന്നുള്ള ഒരു അഭിപ്രായം. പക്ഷേ ഷിരൂര് മണ്ണിടിച്ചിൽ സംഭവത്തിൽ നമ്മൾ കർണാടക ഗവൺമെന്റിനെ ആക്ഷേപിച്ച ഒരുപാട് മാധ്യമപ്രവർത്തകർ കേരളത്തിലുള്ള ഒരു കാലം കൂടിയാണ്. ഞാൻ അഭിലാഷിന്റെ ചോദ്യത്തിൽ ഒരു ശരി അഭിലാഷിനെ ഞാൻ അംഗീകരിക്കുകയാണ്, അതിനെ അപ്രിഷിയേറ്റ് ചെയ്യാണ്. കാരണം അഭിലാഷ് പറഞ്ഞു 31-ാം തീയതി 3 മണിക്ക് വന്ന ആ ഇൻഫർമേഷനിൽ റെഡ് അലർട്ട് ഒന്നും ഉണ്ടായില്ല, ഓറഞ്ച് അലർട്ട് എന്നേ ഉണ്ടായുള്ളൂ. പക്ഷേ ഈ ദിവസം ഈ സമയം വരെ CPM-ന്റെ പല ഹാൻഡിലുകളും പല മാധ്യമപ്രവർത്തകരും മുൻ മാധ്യമപ്രവർത്തകരും ഒക്കെ പറയുന്നത് റെഡ് അലർട്ട് ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലാണ് പ്രചരണം നടത്തുന്നത്. അഭിലാഷ് ശരിയാവണ്ണം അതിന് ഓറഞ്ച് അലർട്ട് എന്ന് പറഞ്ഞു. ഓറഞ്ച് അലർട്ട് ഉണ്ടായപ്പോൾ കൃത്യമായിട്ട് അതിന്റെ ഇൻഫർമേഷൻസ് പാസ് ചെയ്തു. 30-ാം തീയതി അതിന്റെ തലേ ദിവസം തന്നെ ദുരന്ത നിവാരണ വകുപ്പ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ യോഗം വിളിച്ച് അവലോകനങ്ങളും തയ്യാറെടുപ്പുകളും മുൻകരുതലുകളും എടുത്തു. അതിനുശേഷം 30-ാം തീയതി വന്നതിന് ശേഷം കൃത്യമായി ഈ ഇൻഫർമേഷൻസ് ഒക്കെ പാസ് ചെയ്തു. ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ VD സതീശന്റെ പത്രസമ്മേളനം മാത്രമല്ല, അദ്ദേഹം മാത്രമല്ല, അതൊരു സർക്കാർ സംവിധാനമാണ്. അതിലെ എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥരും MLA-മാരും ലോക്കൽ ബോഡി ഭരണകർത്താക്കളും എല്ലാം ചേർന്നിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. ആ സ്ട്രക്ചറിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നു. പക്ഷെ എന്തൊക്കെ ചെയ്താലും ഈ മനുഷ്യരുടെ എല്ലാവിധ സംവിധാനത്തിനേക്കാൾ വലിയ ശക്തി കേരളത്തിൽ ഒഴുകുന്ന വെള്ളത്തിനുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം 1-ാം തീയതിയും സമാനമായിട്ടുള്ള മീറ്റിംഗും അവലോകനവും അതിനെ തുടർന്നുള്ള ക്രമീകരണങ്ങളും നടത്തിയിട്ടുണ്ട്. കൃത്യമായിട്ട് ITBP സംഘത്തെ NDRF-ന്റെ പുതിയ സംഘങ്ങളെ ഏർപ്പാടാക്കി ബോട്ടുകൾ എത്തിക്കേണ്ടിടത്ത് ബോട്ടുകൾ എത്തിച്ചു. ഫയർഫോഴ്സിനെയും പോലീസിനെയും KSEB ഒക്കെ പ്രത്യേകം അതിനുള്ള സംവിധാനം കൂടുതൽ ആളുകളെ അതിൽ ഡിപ്ലോയ് ചെയ്തു. ഇനി ഇത് മാത്രമല്ലെന്നേ, കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ CPM-ലെയും കോൺഗ്രസിലെയും DYFI-ലെയും യൂത്ത് കോൺഗ്രസിലെയും യുവമോർച്ചയിലെയും BJP-യിലെയും എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും രാഷ്ട്രീയ പാർട്ടി ഇല്ലാത്ത സാമൂഹ്യ പ്രവർത്തകരും സംഘടനകളും ഒക്കെ എല്ലാവരും കൂടിയാണ് ഈ പ്രവർത്തനം നടത്തുന്നത്. താങ്കൾ ഒരു കാര്യം പറഞ്ഞത് ശരിയാണ്. റവന്യൂ മന്ത്രി പറഞ്ഞു ഭക്ഷണം അല്പം വൈകിയിട്ടുണ്ട്. അത് ആദ്യത്തെ ദിവസമാണ്, അത് അല്പം വൈകി എന്നുള്ളത് സത്യമാണ്. പക്ഷേ അതിന്റെ ഉത്തരവാദി മുഖ്യമന്ത്രിയല്ല. അതിന്റെ ഉത്തരവാദി മുഖ്യമന്ത്രിയാകുന്നത് എങ്ങനെയാ? അത് ആ സംവിധാനത്തിന്റെ ഭാഗമാണ്. അത് അഡ്മിറ്റ് ചെയ്യുകയും അത് കൃത്യസമയത്ത് എത്തിക്കുകയും അതിനുശേഷം പിന്നീട് അങ്ങനെ ഒരു ആക്ഷേപം ഉണ്ടായിട്ടില്ലല്ലോ. അതിനേക്കാൾ അപ്പുറത്ത് അവിടെ ഉണ്ടായ പിന്നെ രാഷ്ട്രീയ ആരോപണം, ബിജിലി മോനൊക്കെ പറഞ്ഞ ആക്ഷേപം, ഞാൻ അതിനൊന്നും എൻഡോഴ്സ് ചെയ്യുന്നില്ല, അതിന്റെ പുറകെ ഒന്നും പോകുന്നില്ല. അതൊക്കെ ഓരോരുത്തരും പറയുന്നതും പ്രവർത്തിക്കുന്നതും മറ്റു മനുഷ്യർ വിലയിരുത്തട്ടെ എന്ന് മാത്രമാണ് എനിക്കതിലൊരു അഭിപ്രായമുള്ളൂ. അതിനപ്പുറത്ത് കൃത്യമായിട്ട് മുഖ്യമന്ത്രി പറഞ്ഞിട്ട് വീടും സ്ഥലവും നഷ്ടപ്പെടുന്ന മനുഷ്യർക്ക് 10 ലക്ഷം എന്നുള്ളത് 12 ലക്ഷമാക്കിയും, അതുപോലെ സംസ്കാര ചെലവിന് മരണപ്പെട്ട ആളുകൾക്ക് 10,000 രൂപ അടിയന്തരമായിട്ടും, വീട് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് 10,000 രൂപ അടിയന്തരമായിട്ടും, മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ, അങ്ങനെയുള്ള പ്രഖ്യാപനങ്ങളൊക്കെ ചെയ്യുന്നു. അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു. ഇതെല്ലാം സംഘടിതമായിട്ട് ചെയ്യുന്നത്. ഇതൊരു ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ UDF-ന്റെ മാത്രമാണെന്ന് വിചാരിക്കരുത്. അതിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും നേതാക്കന്മാരും എല്ലാവരും കൂടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അവരെയും പ്രത്യേകം അഭിനന്ദിക്കേണ്ടതുണ്ട്. പക്ഷേ ഈ സമയത്ത് അദ്ദേഹം കഴിച്ച ഊണിന്റെയോ അദ്ദേഹം നടത്തിയ യാത്രയുടെയോ ഒക്കെ വിശദാംശങ്ങൾ ചെയ്യാൻ പോകുന്നത് അതൊരിച്ചിരി കടന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രത്യേകിച്ച് വടക്കേ മലബാറിൽ ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്ന ആളുകൾ എങ്ങനെയാണ് സ്വീകരിക്കുന്നതൊക്കെ നമുക്ക് എല്ലാവർക്കും രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അറിയാവുന്നതുമാണ്. അത് പക്ഷേ ചിത്രമെടുത്ത് പ്രചരിപ്പിച്ച ആളുകളുടെ ഭാഗത്തുനിന്ന് ചില ശ്രദ്ധക്കുറവുണ്ടായി എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ ഞാനായാലും ആ സമയത്ത് വിശന്നാൽ മനുഷ്യൻ ഭക്ഷണം കഴിക്കും. അതിന്റെ പേരിൽ അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നത്, അദ്ദേഹത്തെ വ്യക്തിപരമായി കൂടി അറിയാവുന്നതുകൊണ്ട് പറയാം, അദ്ദേഹം അങ്ങനെ ഒരു വലിയ ഭക്ഷണപ്രേമിയോ അല്ലെങ്കിൽ വലിയ സൽക്കാരങ്ങൾ ഏറ്റുവാങ്ങുന്ന അത്ര വലിയ താല്പര്യങ്ങളോ ഉള്ള ആളാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് ഒരിക്കലും അദ്ദേഹത്തിന് ചേർന്ന ഒരു ആക്ഷേപമല്ല. ആക്ഷേപിക്കുമ്പോൾ ഫാക്ച്വലായിട്ട് ആക്ഷേപിക്കണം എന്നാണ്, വിമർശിക്കണം എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു പോയിന്റ്.